കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ ഒരാൾ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. മത്സ്യത്തൊഴിലാളിയെ രാജീവാണ് മരിച്ചത്. 2 പേരെ കാണാതായിട്ടുണ്ട്. 14 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന ബോട്ടാണ് പുലിമുട്ടിന് സമീപം അപകടത്തിൽപ്പെട്ടത്. ഗോപാൽ ഷീല സനലുണ്ട് സ്ഥലത്ത്. ഗോപാൽ, ഒരാളുടെ മരണം സ്ഥിരീകരിക്കുന്നു. 2 പേർക്കായി തിരച്ചിൽ നടത്തുന്നു. എങ്ങനെയാണ് അപകടം ഉണ്ടായത്? വിശദാംശങ്ങൾ എന്താണ്? വിനീത, ഇന്ന് 4:30 പുലർച്ചെ മത്സ്യബന്ധനത്തിനായി നീണ്ടകരയിൽ നിന്ന് പുറപ്പെട്ട ഒരു വള്ളമായിരുന്നു ഇത്. വള്ളത്തിൽ 14 പേരാണ് ഉണ്ടായിരുന്നത്. പൂത്തുറയ്ക്കൽ എന്ന ഭാഗത്തു നിന്നുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന വള്ളമാണ് ഇത്തരത്തിൽ വെളുപ്പാൻ കാലത്ത് മത്സ്യബന്ധനത്തിനായി പോകുന്നത്. ഇവിടെ നിന്ന് ഈ പുലിമുട്ട് കാണുന്ന ഭാഗത്ത് നിന്ന് ഏകദേശം കുറച്ച് ദൂരം, ഏതാണ്ടൊരു 1 കിലോമീറ്റർ അകത്ത ദൂരത്ത് വെച്ച് ഈ വള്ളം മറിയുകയായിരുന്നു. മറിഞ്ഞതിനെ തുടർന്ന് ഈ വള്ളത്തിലുണ്ടായിരുന്ന എല്ലാവരും കടലിൽ വീണു. നിലവിൽ 14 പേരിൽ 11 പേരെ രക്ഷപ്പെടുത്തി. ബാക്കി 3 പേരിൽ ഒരാളുടെ മരണം സ്ഥിരീകരിച്ചു. 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതേസമയം തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് മറ്റൊരു വള്ളം ഉപയോഗിച്ചുകൊണ്ട് ഈ തകർന്ന വള്ളത്തെയും വലയെയും കെട്ടി മുകളിലേക്ക് തീരത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ്. 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അതേസമയം തന്നെ ഉൾക്കടലിൽ പുരോഗമിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട്, നമുക്ക് അവരോട് ഇതൊന്ന് ചോദിക്കാൻ തോന്നുന്നു. ചേട്ടാ, ഈ പ്രദേശത്ത് ഉള്ള വ്യക്തിയാണോ? ഈ അപകടം കടലിലേക്ക് പണിക്ക് പോവുകയായിരുന്നു. പണിക്ക് പോകുന്ന സമയത്ത് തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. കടൽക്ഷോഭം ഉണ്ടായിരുന്നു, തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. 2 പേരെ കാണാനില്ല അല്ലേ? 2 പേരെ ഇനി കിട്ടാനുണ്ട്. നിലവിൽ അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുക. ഇത് സ്ഥിരം അപകടം നടക്കുന്ന ഒരു മേഖല എങ്ങനെയാണോ? ഇത് അപകടം നടക്കാറുള്ള സ്ഥലമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ട്രെജ് ചെയ്യുന്നില്ല, ഇവിടെ പ്രദേശം ട്രെജ് ചെയ്യുന്നില്ല. നിലവിൽ ഹാർബർ അടച്ചിരുന്ന സമയങ്ങളിൽ, ഈ നിരോധന സമയങ്ങളിൽ ഇവിടെ ട്രെജിങ് നടക്കേണ്ടതാണ്. ഇതുവരെ നിലവിൽ യാതൊരു ട്രെജിങ് നടന്നിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കടൽക്ഷോഭം ഉണ്ടാകുന്നത്, ഈ ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അഥവാ ദുരന്തം ഉണ്ടായാലും ഇവിടുന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായവും കിട്ടാറില്ല. ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളാണ് രക്ഷാപ്രവർത്തനം നടത്തി ഈ ബോട്ട് വലിച്ചോട്ട് പോകുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. രക്ഷാപ്രവർത്തനത്തിന് മറ്റ് സംവിധാനങ്ങളൊന്നും ഒരു സംവിധാനം ഇവിടെ ഇല്ല. നിലവിൽ ഇതുവരെ ഉണ്ടല്ലോ. അത് ഏത് ഭരണകർത്താക്കൾ വന്നാലും ശരി, ഇവിടെ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും ദുരന്തം ഉണ്ടായാൽ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് യാതൊരു സംവിധാനം ഇതുവരെ ഒരുക്കിയിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. ആര് വന്നാൽ തന്നെ. അപ്പോൾ അത്തരത്തിൽ അവർ ഇതിനോടൊപ്പം തന്നെ, അപകടത്തിനോടൊപ്പം തന്നെ ആ പരാതി കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് രക്ഷാപ്രവർത്തനത്തിന് പോലും സർക്കാർ സംവിധാനങ്ങൾ സഹായിക്കുന്നില്ല, മറ്റു മത്സ്യത്തൊഴിലാളികൾ നടക്കുന്നുമില്ല, അപകടങ്ങൾ പതിവാകുന്നു. ഇപ്പോഴിത് അപകടം ഉണ്ടായി, ഒരാൾ മരിച്ചു, 2 പേരെ കാണാതായി. എന്നിട്ടും അവിടെ തെരച്ചിലിന് മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് ഉള്ളതെന്ന ഗുരുതര ആരോപണം കൂടിയാണ് ഉയരുന്നത്. ഗോപാൽ ഷീല സനലാണ് വിശദാംശങ്ങൾ നൽകിയത്. തീർച്ചയായും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം, മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തേണ്ടതുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോലും ആരും എത്തിയിട്ടില്ല എന്നതാണ് നമ്മെ ഞെട്ടിക്കുന്നത്.